അപ്പോൾ പ്രിയപ്പെട്ട ശബ്നം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായികയാണ്, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ പട്ടുറുമാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജാണ്, നമ്മുടെ കുടുംബാംഗമാണ്. എന്താണ് ചേച്ചി വിശേഷങ്ങൾ? വല്ലാത്തൊരു വൈബിൽ നിൽക്കുകയാണല്ലോ. അതെ, കാര്യം 9th പഠിക്കുമ്പോൾ അന്ന് 99 ആണ് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് കൊല്ലത്ത് ഫസ്റ്റ് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ വൈബിനെക്കാട്ടിയും ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇന്ന്. ആ ഒരു എനർജി എന്ന് പറയുന്നത് കാര്യം ഇന്നിപ്പം എല്ലാവരും എവറിബഡി ഈസ് ലൈക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കലാകാരാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പാട്ട് കേൾക്കണം. ഓക്കെ, പറഞ്ഞോ. പാടാമല്ലോ അല്ലേ? ഇതായിരിക്കും വെണ്ണില ചന്ദ്രകിണ്ണമാണല്ലേ എല്ലാവരും ചോദിക്കുന്നത്. മലയാളത്തിന്റെ സ്വന്തം വെണ്ണില ചന്ദ്രകിണ്ണമാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മില്ലേ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാ. ഗംഭീരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പോ പറഞ്ഞല്ലോ, വളരെ നേരത്തെ മത്സരിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കുട്ടികളും പ്രതിഭകളാ, എല്ലാവരും നന്നായി പാടുന്നു, നന്നായി ഡാൻസ് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ ഒരു ചേഞ്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഓരോ വീട്ടിലും അതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് കേട്ടോ. കാര്യം സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ചാനൽസ് മീഡിയ എന്ന് പറയുന്നത് കാര്യം എല്ലാത്തിലും റിയാലിറ്റി ഷോസ് ഉണ്ട്. ഇപ്പം പട്ടുറുമാല് പോലെ തന്നെ എല്ലാ ചാനൽസിലും ആയിക്കോട്ടെ റിയാലിറ്റി ഷോസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇവാലുവേറ്റ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിലയിരുത്താൻ നന്നായിട്ട് എല്ലാവർക്കും, ഈവൻ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ അത്രത്തോളം ടാലൻറ്റഡും ആണ് എല്ലാവരും. എങ്ങനെ പാടണം എന്ന് വരെ അവർക്ക് അറിയാം എല്ലാവർക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം, ഏത് കലയായിക്കോട്ടെ, ദേ ആർ അറ്റ് ദി ടോപ്പ്. ഈ ശബ്നം എന്ന പേര് മലയാളത്തിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കൂടെയുണ്ട്, ഒരു ഫാസ്റ്റ് നമ്പർ കൂടെയുണ്ട്. ഒരു 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 ചിക് 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 ചിറകിൽ ഒന്ന് പാടുവോ? ഒരു 2 വരി പാടാമല്ലോ അല്ലേ? ശരി. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹേ കുക്കു കുക്കു കുറുകി കുടലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. നിൻ പാട്ടിനു കൂട്ടിനു പോരാം, കുളിർമുത്തുകൾ വാരി വിതയ്ക്കാം, ഈ നീല നിലാവിനു നേരാം. ശുക്രിയ ശുക്രിയ ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം അല്ലേ? അതെ അതെ. എന്തായാലും നമ്മൾ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ പണ്ട് കലോത്സവത്തിന് പോയ ഓർമ്മകളൊക്കെ പറഞ്ഞല്ലോ, അന്ന് പാടിയ ഒരു പാട്ട് പാടണ്ടേ? ലൈറ്റ് മ്യൂസിക് ഫസ്റ്റ് കിട്ടിയതോ? ആരോഹണം അവരോഹണം ആപാദമധുര സ്വരരാഗമേളം, മദകര സുഖകര മാസ്മര ഭാവം, മനസാകി നിറയും സംഗീതമേളം. ആരോഹണം. വളരെ മനോഹരമായി നമ്മളിങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടേ മുന്നോട്ട് പോകണേ. എങ്ങനെയാണ് ഇപ്പോൾ മ്യൂസിക് കരിയർ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ മ്യൂസിക് കരിയർ സൂഫി കൺസേർട്സ് ആണ് ചെയ്യുന്നത്. സൂഫി ഖവാലി കൺസേർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? പറഞ്ഞു കുടുങ്ങി. അതെ, പറഞ്ഞു. അപ്പൊ എന്താണേലും രണ്ടുപേരും छाप तिलक सब छीनी रे मुझसे नैना मिलाई के, छाप तिलक सब छीनी रे मुझसे नैना मिलाई के, नैना मिलाई के, नैना मिलाई के, छाप तिलक सब छीनी रे मुझसे नैना मिलाई के.
ഹൃദ്യമായിരുന്നു. താങ്ക് യു ഷബ്നം. ഒരുപാട് സന്തോഷം. മനോഹരമായ ഒരു സന്ധ്യ ഞങ്ങൾക്ക് കൊല്ലത്തിന് തന്നതിന് എല്ലാവരും ഹാപ്പി അല്ലേ? താങ്ക് യു സോ മച്ച്. Thank you, കൈരളിയുടെ അടുത്ത് പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. ആവശ്യമില്ല. വീട്ടിൽ വന്ന് ആരും നന്ദി പറയാറില്ല. പറയില്ല. ഓക്കെ.